ഭർത്താവിൻ്റെ വീട്ടിലെ എല്ലാ ആളുകളും എന്താ ചെയ്യുന്നത്, ഉമ്മയുടെ കയ്യിലാണ്, ഭർത്താവിൻ്റെ ഉമ്മയുടെ കയ്യിലാണ് പണം കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ഭർത്താവും പണം കൊടുക്കുന്നത് ഉമ്മയുടെ കയ്യിൽ തന്നെയാണ്. അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് വേണം അവർക്ക് ചെലവഴിക്കാൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു അവസാന ചോദ്യമാക്കി നമുക്കത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ആര് എന്ന് കണ്ടെത്തൽ ഏതൊരു പ്രശ്നത്തെയും പരിഹരിക്കാനുള്ള ആദ്യത്തെ വഴിയാണ്. അപ്പോൾ ഇവിടെ ഈ സഹോദരി പറയണത് എന്താണ്, പണം മുഴുവനും ഭർത്താവ് ഉമ്മയെ ഏൽപ്പിച്ചിട്ട് അവസാനം ഉമ്മയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിപ്പോരണമെങ്കിലുള്ള പ്രയാസത്തെക്കുറിച്ചാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സഹോദരിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? അവളുടെ ഭർത്താവിനാണ്. അപ്പോൾ സ്വാഭാവികമായും ഭർത്താവ് ഈ പ്രശ്നത്തിനൊരു അടിസ്ഥാനപരമായ ഒരു പരിഹാരം ഉണ്ടാക്കൽ നിർബന്ധമാണ്. കാരണം ഈ പെൺകുട്ടിയുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കേണ്ട ബാധ്യത ആർക്കല്ല? അമ്മായിമ്മക്കല്ല. ആ ബാധ്യത ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും വലിയ ബാധ്യതയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് തൻ്റെ ഭാര്യയ്ക്ക് ആ കാര്യങ്ങൾ ചെലവഴിക്കുവാനുള്ള അത്യാവശ്യ കാര്യങ്ങൾ അവരെ കയ്യിൽ കൊടുത്തിട്ടാണ് ബാക്കി ഉമ്മക്ക് കൊടുക്കേണ്ടത്. അവർ വീട്ടിലെ സമ്പ്രദായം അങ്ങനെയാണെങ്കിൽ നമ്മളതിന് വിലക്ക് നിൽക്കുന്നില്ല. കാരണം ഒരു വീടിൻ്റെ ഉള്ളിലൊരു കുടുംബമായി താമസിക്കുമ്പോൾ അവിടുത്തെ സിസ്റ്റത്തോട് യോജിച്ച് പോയിക്കോട്ടെ, അതിന് വിരോധമില്ല. പക്ഷേ ഇവരുടെ കാര്യങ്ങൾ നിർവഹിക്കേണ്ട ബാധ്യത അയാൾക്കാണ്. അതുകൊണ്ട് ഉമ്മയ്ക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഒരു വിഹിതം ഇവൾക്ക് കൊടുത്ത് അവളുടെ കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള സാഹചര്യം അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഭർത്താവിലുണ്ട് എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത്.